തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള ഭാഗം പൂർണ്ണമായി എന്ന്, പൂർണ്ണമാകുന്ന ഒരുപാട് ഭാഗങ്ങളിലേ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇവിടുത്തെ ചിത്രങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതാണല്ലോ കേരളത്തിലാകെയുള്ള ചിത്രം. ഇപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ചില ഭാഗങ്ങളിൽ റോഡ് പണി തീർന്നിരിക്കുന്നു, നല്ല വേഗതയിൽ ആ വഴിയിലൂടെ പോകുന്നു. അടുത്ത ഭാഗം പണി തീർന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഇതേ വേഗതയാണല്ലോ ഇനി ഇവിടെ വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ കാണുന്നു. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വല്ലാത്ത കുളിർമ അനുഭവപ്പെടുന്ന സാഹചര്യം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? LDF അന്ന് അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമായിരുന്നോ? പഴയ അതേ നില തന്നെ തുടരുമായിരുന്നില്ലേ? അപ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് പൂർണ്ണമായും അന്വർത്ഥമാകുന്ന നിലയാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഇത് ഒരു നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല, വിവിധ കാര്യങ്ങളിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അവരും പദ്ധതി ഉപേക്ഷിച്ച് പോയവരാണ്, നടക്കില്ല എന്ന് കണ്ടിട്ട്. അവരെയും തിരിച്ചു വിളിച്ചു. ആ പദ്ധതി പൂർത്തിയായി. ഇപ്പോൾ ആ പൈപ്പിലൂടെ ഗ്യാസ് പോകുന്നു. നമ്മുടെ തന്നെ പല പട്ടണങ്ങളിലെയും വീടുകളിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഈ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു. ഫാക്ടറികളിൽ ഇന്ധനമായി എത്തുന്നു. ഇതെല്ലാം നാടിനുപകരിക്കുന്നതാണല്ലോ. അതാണല്ലോ ഒരു കാരണവുമില്ലാതെ തടയുന്ന അവസ്ഥ സ്വീകരിച്ചത്. നമ്മുടെ കേരളത്തിലെ വൈദ്യുതി രംഗം, കേരളത്തിന് ആവശ്യമായ വൈദ്യുതി വഹിച്ചു കൊണ്ടുവരാനുള്ള ലൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. ആ പണി കോട്ടയം ജില്ലയിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ നിന്നു, പിന്നെ അങ്ങോട്ടില്ല. പണി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ പലപ്പോഴായി പോയി കണ്ടു. ഒരനക്കവും ഇല്ല. അവരും പണിയിട്ടേച്ച് പോയി. 2016 LDF സർക്കാർ വന്നപ്പോൾ അവരെയും തിരിച്ചു വിളിച്ചു. അവരെ പണി പുനരാരംഭിച്ചു. ആ പുനരാരംഭിച്ചപ്പോൾ നേരത്തെ തടഞ്ഞവർ അവിടെ തടയാൻ മുന്നോട്ട് വന്നു. അപ്പോഴാണ് കേരളത്തിലൊരു സർക്കാരുണ്ട് എന്നവർക്ക് മനസ്സിലായത്. ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ചുമതലയെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പദ്ധതി തടയാൻ വേണ്ടി ഏതെങ്കിലും ഒരാളോ ചില നിക്ഷിപ്ത താല്പര്യക്കാരോ മുന്നോട്ട് വന്നാൽ അതിൻ്റെ കൂടെയാണോ സർക്കാർ നിൽക്കേണ്ടത്? നാടിൻ്റെ താല്പര്യത്തോടൊപ്പമല്ലേ സർക്കാർ നിൽക്കേണ്ടത്? നാടിൻ്റെ താല്പര്യത്തോടൊപ്പം നിൽക്കണമെങ്കിൽ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ളൊരു മുന്നണി ആ സർക്കാരിനെ നയിക്കണം. അതാണ് 2011-16 കാലത്ത് കേരളത്തിൽ സംഭവിച്ച ദുര്യോഗങ്ങൾക്ക് കാരണം. എന്നാൽ 2016 ശേഷം നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരായപ്പോൾ സ്ഥിതിഗതികളാകെ മാറുന്നതാണ് നാം കണ്ടത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ മെച്ചപ്പെട്ടതായി കാണാൻ നമുക്ക് കഴിയും. ഒരു ഭാഗത്ത്
തീരദേശ ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു. രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് ചെലവ് വേണ്ടത്. സംസ്ഥാന സർക്കാരാണ് ആ ചെലവ് വഹിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ റോഡുകൾ, പൊതുവെ എല്ലാ റോഡുകളും മെച്ചപ്പെട്ട റോഡുകളായി മാറിയിരിക്കുന്നു. ഏതു ഭാഗത്ത് നോക്കിയാലും മാറ്റം മെച്ചപ്പെട്ട രീതിയിൽ വന്നതായി കാണാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നല്ലൊരു കുതിച്ചുചാട്ടം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് നാടിൻ്റെ പുരോഗതിക്ക് സഹായകമായി ഒന്നാണ്. ഇപ്പം നേരത്തെ കേരളത്തിൽ ഒരു നിക്ഷേപത്തിന് താല്പര്യമുള്ള നിക്ഷേപകൻ വരുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം എവിടെയാണോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്ര വലിയ പ്രയാസപ്പെട്ടാണ് നടത്തേണ്ടത്. കാരണം പഴയ കാലത്തെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് മനമെടുപ്പുണ്ടാവുകയാണ്. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ വല്ലാത്ത മനപ്രയാസത്തിൽ ആ നിക്ഷേപകനെത്തുന്നു. അദ്ദേഹം അവിടെ തിരിച്ചു പോകുന്നു. പക്ഷേ തിരിച്ചു പോകുന്നത് വീണ്ടും വരാനല്ല, ഇവിടുത്തെ പദ്ധതി ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും തുടങ്ങാമെന്ന ധാരണയിലാണ്. ഇതാണ് നമുക്കുണ്ടായ ദുരനുഭവം. എന്നാൽ ഇപ്പോഴൊരു നിക്ഷേപകൻ വന്നാൽ അത്തരം പ്രയാസങ്ങളില്ല. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നു. എല്ലാതരം സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വ്യാവസായിക രംഗത്ത് നമുക്ക് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഇതും ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് കഴിയുക. നമ്മുടെ നാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ ചില മേഖലകൾ തകർത്ത് കളഞ്ഞ നില കേരളത്തിൽ നേരത്തെ 2016 അവസാനിച്ച UDF ഭരണകാലത്തുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിദ്യാഭ്യാസ മേഖല. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നവോത്ഥാന കാലത്തെ തുടർന്ന് തന്നെ വലിയ തോതിൽ കരുത്താർജിച്ചു വന്നായിരുന്നു. 1956 നമ്മുടെ സംസ്ഥാനം ഇന്നത്തെ രീതിയിൽ രൂപം കൊള്ളുന്നത്. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിടുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത്. സാർവത്രിക വിദ്യാഭ്യാസം നൽകുന്നതിനാവശ്യമായ സ്കൂളുകൾ സ്ഥാപിക്കൽ നല്ലതുപോലെ ആ സർക്കാർ ഏറ്റെടുത്തു. തുറന്നുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ മെച്ചപ്പെടുത്തി. പക്ഷേ 2016 ആയപ്പോൾ എവിടെയെത്തി? അന്ന് നിലവിലുള്ള സ്കൂളുകളിൽ 1000-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനൊരു പേര് അവ അനാദായകരമാണ്. മാത്രമല്ല, അന്നത്തെ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ, കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. രക്ഷിതാക്കൾ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് വന്ന രക്ഷിതാക്കൾ മക്കളെ അങ്ങോട്ടയക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത്രമാത്രം ശോചനീയമായ അവസ്ഥ. ആ നിലയിൽ സംഭവിച്ചത് 5 ലക്ഷം കുട്ടികൾ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്നതായിരുന്നു. ഇത്രയും പരിതാപകരമായൊരവസ്ഥയിലാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്.
LDF പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇതിന് മാറ്റമുണ്ടാക്കുമെന്ന്, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന്. അതിൻ്റെ ഭാഗമായി LDF സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നാടാകെ അതിൻ്റെ ഭാഗമായി അണിനിരന്നു. എത്ര ഫലപ്രദമായ മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിനാണ് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നീതി ആയോഗ് അതിൻ്റെ താരതമ്യ പഠനം നടത്തി 1ാം സ്ഥാനം തുടർച്ചയായി കേരളത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലേക്ക് നമ്മൾ മാറി. എങ്ങനെയാണ് മാറിയത്? സ്കൂളുകളുടെ നല്ല മാറ്റം, പശ്ചാത്തല സൗകര്യ വികസനം, 5000 കോടി രൂപ ആ മേഖലയിൽ സർക്കാർ ചെലവിട്ടു. നമ്മുടെ പാഠ്യ സമ്പ്രദായങ്ങൾ നല്ല രീതിയിൽ പരിഷ്കരിക്കാൻ തയ്യാറായി. അക്കാദമിക് രംഗം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. അധ്യാപകർക്ക് കാലാനുസൃതമായ പരിശീലനം നൽകുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി നേരത്തെ 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. അവിടെയും നേരത്തെ ചൊല്ലിയ, നാട്ടുകാർ ഏറ്റുപറഞ്ഞ ആ ചൊല്ല് അന്വർത്ഥമാവുകയായിരുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും അന്വർത്ഥമാവുകയായിരുന്നു. ഇതുപോലുള്ള അനേകം മേഖലകൾ. എന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ മേഖലയായിരുന്നു ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് കേരളത്തിലെ ആദ്യ ഗവൺമെൻറ് തന്നെ, 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് തന്നെ ഗ്രാമീണ ആരോഗ്യ ശുശ്രൂഷ കേന്ദ്രങ്ങൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നല്ല തോതിൽ ആരംഭിക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് തുടർന്ന് കേരളം സ്വീകരിച്ചത്. പക്ഷേ 2016 എല്ലാം തകർന്നു കിടക്കുന്ന ഒരു രംഗമായി ആരോഗ്യരംഗം മാറി. ഇല്ലായ്മയുടെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. എല്ലാ രംഗത്തും ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, അങ്ങനെ ഇല്ല 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 എന്നത് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ആരോഗ്യരംഗം മെച്ചപ്പെടുന്നതിനായി ആർദ്രം മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ നമ്മുടെ ചികിത്സാ സൗകര്യങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നിലയുണ്ടായി. മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന നില വന്നു. വലിയ മാറ്റം ആരോഗ്യരംഗത്ത് വന്നു. എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ആവശ്യമായ ചികിത്സാ സൗകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുകയായിരുന്നു. ഈ മാറ്റം, നാം ആരോഗ്യരംഗത്ത് നേടിയ നേട്ടം, അത് രാജ്യവും ലോകവും കാണുകയും അംഗീകരിക്കുകയും ചെയ്തു. എപ്പോൾ? കോവിഡ് മഹാമാരിയുടെ ഘട്ടം. കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ നമ്മുടെ ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങൾ അടക്കം മുട്ടുകുത്തി വീണുപോയി. കോവിഡിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിൽ പോലും നമ്മുടെ ആരോഗ്യമേഖല ഒരുക്കിയ സൗകര്യങ്ങളെ കവച്ച് കടക്കാൻ കോവിഡിന് കഴിഞ്ഞില്ല. ഇവിടെ കേരളം അപ്പോഴും തലയുയർത്തി നിന്നു. ആ ഘട്ടത്തിലും നമുക്ക് ആവശ്യത്തിന് ഹോസ്പിറ്റൽ ബെഡുകൾ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ഓക്സിജൻ ബെഡുകൾ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ICU ബെഡുകൾ ഉണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, ആവശ്യത്തിന് വേണ്ടത്ര വെന്റിലേറ്ററുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ആ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. രാജ്യത്തെവിടെയുമില്ല. ലോകത്തിൻ്റെ പല കേമപ്പെട്ട രാഷ്ട്രങ്ങളിലും ഇതൊന്നുമില്ലാത്ത അവസ്ഥ. അവിടെയാണ് കേരളം വേറിട്ട് നിന്നത്. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് വേണ്ടിയുള്ള
ചികിത്സാ സൗകര്യം ആർദ്രം മിഷനിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയതുകൊണ്ട്. കോവിഡ് വരുമെന്ന് കണ്ടിട്ടല്ല, നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്ന് കണ്ടുകൊണ്ട്, അത് ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാകുന്നതിന് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഏർപ്പെടുത്തിയതായിരുന്നു. അത് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സ്ഥിരീകരിക്കുകയായിരുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ഒന്നുകൂടി യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഇങ്ങനെ എന്തെല്ലാം മേഖലകളിലാണ് നാം ഇടപെട്ടിട്ടുള്ളത് എന്നത് കാണാൻ വലിയ പ്രയാസമുള്ളതല്ല, നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് സർക്കാരിന് അവിശ്വസനീയമായ തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞത്? നമ്മുടേതുപോലൊരു നാടിന് നിർവഹിക്കാൻ കഴിയാത്ത, സാധാരണഗതിയിൽ നടപ്പാക്കാൻ കഴിയാത്ത പലതാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. ഏത് രീതിയിലാണ് അത് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റിയത്? അതിലൊരു ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ഖജനാവിൻ്റെ ശേഷി, അത് വേണ്ടത്ര ഇല്ല എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ബജറ്റിലൂടെ മാത്രമുള്ള പദ്ധതികൾ നടപ്പാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങളുടെ ചെറിയൊരു ഭാഗമേ നടപ്പാക്കാനാവും. അപ്പം അതിനു പുറമെ പദ്ധതികൾ നിർവഹിക്കാനാവണം. അപ്പോൾ പണം വേണം. എവിടുന്ന് പണം? അതിനാണ് കിഫ്ബി നിയമം പുതുക്കിയത്, പുതിയ കിഫ്ബിയെ കൊണ്ടുവന്നത് ആ നിയമ ഭേദഗതിയിലൂടെ. എന്താ ഉദ്ദേശിച്ചത്? നാടിൻ്റെ വികസനത്തിനു വേണ്ടി പണം കണ്ടെത്തുക. സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ തന്നെയാണ് കിഫ്ബി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ സ്ഥാപിക്കപ്പെടുന്ന കിഫ്ബിയിലൂടെ ആവശ്യമായ പണം കണ്ടെത്തുക. നമ്മുടെ ഒരു ലക്ഷ്യം വന്നിട്ടു. 2016-21 കാലത്ത് ആദ്യത്തെ 5 വർഷം 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ ഏറ്റെടുക്കാനാവണം. പക്ഷേ നാട്ടിൽ ചിലർ അതിനെ സ്വാഗതം ചെയ്യുകയല്ല ചെയ്തത്. നാട് മെച്ചപ്പെടുന്ന കാര്യമല്ലേ, എല്ലായിടങ്ങളിലും പദ്ധതികൾ വരുന്ന കാര്യമല്ലേ, സാധാരണഗതിയിൽ അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. പക്ഷേ കേരളത്തിലെ വലിയ എതിർപ്പ് ആ കാര്യത്തിൽ ഉയർത്തി, പുച്ഛിച്ചു, പരിഹസിച്ചു, മലപ്പുറക്കാരൻ്റെ സ്വപ്നമാണ് എന്ന് ആക്ഷേപിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ ആക്ഷേപിച്ചവരുടെ മണ്ഡലങ്ങളിലടക്കം വിവിധ പദ്ധതികൾ കിഫ്ബിയുടെ വക 50,000 പറഞ്ഞ സ്ഥാനത്ത് 2021 ആയപ്പോൾ 50,000 കോടിയല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴോ 90,000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് കിഫ്ബി മുഖേനയുള്ള പദ്ധതിയുടെ പ്രത്യേകത. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്നുള്ളതല്ലേ നില. റോഡായി, പാലമായി, ഫ്ലൈ ഓവറുകളായി, ഓവർബ്രിഡ്ജുകളായി, സ്കൂൾ കെട്ടിടങ്ങളായി, ആശുപത്രി കെട്ടിടങ്ങളായി, വിവിധ പദ്ധതികളുടെ വിവിധ രൂപങ്ങളായി. ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് 5,600 കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കിഫ്ബിയിൽ നിന്നാണ് നമ്മളെടുത്തത്. ഇവിടെ മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും 10,000 കോടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കിഫ്ബിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി. എന്താ അതിനോട് സ്വീകരിച്ച സമീപനം? അങ്ങനെ നിങ്ങളിപ്പോൾ വികസിക്കണ്ട എന്ന് ആര്? കേന്ദ്ര ഗവൺമെന്റ്. സാധാരണ ഇത്തരം കാര്യങ്ങളിലെല്ലാം ആവശ്യമായ പിന്തുണയും സഹായവുമാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകേണ്ടത്. പക്ഷേ വലിയ എതിർപ്പ് എവിടെയെത്തി? കിഫ്ബിയിലൂടെ നിങ്ങളെടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ
വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്ന നിലയിലേക്ക് എത്തി. എങ്ങനെയാ അത് ബാധിക്കാന്നറിയോ? ഇപ്പോൾ 5600 കോടി നമ്മൾ കൊടുത്തല്ലോ നാഷണൽ ഹൈവേക്ക്. അപ്പോൾ 6000 കോടി കൊടുത്തു എന്ന് വിചാരിക്കുക. ആ 6000 കോടി മാത്രമല്ല, 6000 കോടി കൊടുത്തു. നമുക്ക് കടമെടുക്കാം മാർക്കറ്റിൽ നിന്ന്. ആ കടമെടുക്കാനുള്ള തുകയിൽ ഈ 6000 കോടി കുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത യഥാർത്ഥത്തിൽ 12000 കോടിയായിട്ട് വരികയാണ്. ഇതിൻ്റെ നേരെ ഇരട്ടി വരികയാണ്. ഇതാണ് നമ്മോട് സ്വീകരിക്കുന്ന സമീപനം. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം നമ്മളോട്. ആ കാര്യം കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നൊരു വാചകം പറയാൻ ഈ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായോ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF തയ്യാറായോ? അവരാ ഘട്ടത്തിൽ അതിനോടൊപ്പം നിൽക്കുകയായിരുന്നു. ആ വാദഗതിയോടൊപ്പം നിൽക്കുകയായിരുന്നു. കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഇതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഞങ്ങൾ 2016 അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ക്ഷേമ പെൻഷന്റെ സ്ഥിതി പരിശോധിച്ചു. കടലാസിൽ 600 രൂപ തീരുമാനമുണ്ട്. പക്ഷേ പെൻഷൻ കുടിശ്ശിക 18 മാസത്തത്. 18 മാസത്തെ കുടിശ്ശിക. ആ 2016 LDF മന്ത്രിസഭ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെയാണ് അതിൻ്റെ വർധനവിനെക്കുറിച്ച് ആലോചിച്ചത്. എത്രയായി? 1600 രൂപ. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. ആ പെൻഷൻ കൃത്യമായി മാസം തോറും നൽകണമെന്ന നിർബന്ധം LDF-നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ കൊടുക്കും. കമ്പനി ചെലവിടുന്ന പൈസ സർക്കാർ കമ്പനിക്ക് നൽകും. നല്ല ക്രമമായി കാര്യങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടു. നിങ്ങളെ ഈ കമ്പനി എടുക്കുന്ന വായ്പ നിങ്ങളുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. എന്താ ഇത് കൊടുക്കരുതെന്ന്? ഈ പെൻഷൻ കൃത്യമായി കൊടുക്കരുതെന്ന്? അത് തടയാൻ വേണ്ടി നേരത്തെ കിഫ്ബിയോട് പറഞ്ഞ ന്യായമില്ലേ? ഞങ്ങൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങൾ കോടാനുകോടിയാണല്ലോ വായ്പയായി എടുക്കുന്നത്. ആ വായ്പ ഇന്ത്യ ഗവൺമെന്റ് വായ്പയിലില്ലാലോ. അപ്പോൾ പറഞ്ഞ മറുപടി, നാഷണൽ ഹൈവേ അതോറിറ്റി സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നുണ്ട്, കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ഇത് സുപ്രീം കോടതിയിലടക്കം ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ മറുപടിയാണ്. കൃത്യമായി വരുമാനം കിഫ്ബി ഉറപ്പാക്കുന്നില്ല എന്ന തൊടുന്യായാണ് അവിടെ പറഞ്ഞത്. ഉദ്ദേശം വ്യക്തമാണ്, നമ്മുടെ നാടിൻ്റെ വികസനം തടയുക, ക്ഷേമ പ്രവർത്തനങ്ങൾ തടയുക. ഇത് മാത്രമാണോ? നമ്മുടെ കേരളത്തിന് നൽകേണ്ട പദ്ധതി വിഹിതം നൽകാതിരിക്കാൻ നിലപാടെടുക്കുന്നു. അതിന് മുടക്കം വരുത്തുന്നു. കൃത്യമായി നൽകേണ്ടത് കൃത്യമായി നൽകുന്നില്ല. അതിൻ്റെ ക്രമം പാലിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നാം എടുക്കേണ്ട വായ്പ, ആ വായ്പയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് വരുമാനം കുറയുന്നു. സർക്കാരിൻ്റെ വരുമാനമെന്ന് പറയുന്നത്
സാധാരണഗതിയിൽ സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത് ഒരു ദയാവായ്പോടുകൂടി നൽകേണ്ടതല്ല. നമ്മുടെ രാജ്യം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ബാധ്യതപ്പെട്ട തുകയുണ്ട്. അതാണ് നമുക്ക് നൽകേണ്ടത്. അത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. പക്ഷേ അതിലാണ് വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തിയത്. ഇതിനു പുറമെയാണ് കടമെടുക്കാനുള്ള നമ്മുടെ അവകാശം. അതിലും വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുകയാണ്. ഇങ്ങനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുക, ഇതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാഗമായി നടക്കേണ്ടത് കൃത്യമായി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ സർക്കാർ എത്തണം. ഇതാണ് ലക്ഷ്യമിട്ടത്. നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം നേരത്തെ ഉണ്ടായി. അത്തരമൊരു വല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ ചില മാസങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും കളി ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിയമസഭ മുൻപാകെ ഒരു കാര്യം വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുത്തിരിക്കും. ഒരു തരത്തിലുള്ള കാലവിളമ്പവും അതിനുണ്ടാക്കില്ല. മാത്രമല്ല, വന്ന കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർക്കും. ഏകദേശം തീരാവുന്ന അവസ്ഥയിലെത്തി. ഇനി 2 ഗഡു കൂടിയായാൽ മുഴുവനായി തീരുന്ന കുടിശ്ശിക മുഴുവൻ തീരുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതെല്ലാം കേരളത്തിൽ പ്രത്യേകമായി അടിച്ചേൽപ്പിച്ച നടപടികളുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു വന്നത്, നമ്മുടെ സംസ്ഥാനത്ത് LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് നടപ്പാക്കേണ്ടി വന്നത്. നമ്മുടെ സംസ്ഥാനം പ്രത്യേകമായ ഒട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടതായി വന്നു. പ്രത്യേകിച്ച് ആ ആദ്യത്തെ 5 വർഷക്കാലം നിപ്പ, ഓക്കി, 2018 മഹാപ്രളയം, തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി. അത് കഴിഞ്ഞ് നിന്നൊന്ന് ശ്വാസം കഴിക്കാനിടമില്ല, അപ്പോഴേക്ക് ലോകമാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇതെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നു. നമ്മുടേതുപോലൊരു നാട് പൂർണ്ണമായി തകർന്നടിഞ്ഞു പോകാൻ മറ്റൊന്നും വേണ്ടതില്ല. 2018 മഹാപ്രളയം, നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ ആകെ തകർത്തടിക്കുകയായിരുന്നു. നമുക്ക് സഹായം വേണമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാൻ ബാധ്യപ്പെട്ട ഗവൺമെൻറ്റാണ്. നമ്മുടെ ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ സഹായിക്കണമെന്ന്. പക്ഷേ ഒരിടത്തും അനുഭവപ്പെടാത്ത ഒറ്റപ്പെടൽ, അവഗണന നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ മഹാപ്രളയത്തിൽ തകർന്ന നാടിനെ പുനരുദ്ധരിക്കാൻ ആവശ്യമായ സഹായം ലഭിച്ചില്ല. നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ആ ബാധ്യതയിൽ നിന്ന് മാറി നിന്നു. നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാവുന്ന, നാടിനെ നെഞ്ചേറ്റിയ ചില രാഷ്ട്രങ്ങളുണ്ട്, ലോകരാഷ്ട്രങ്ങളുണ്ട്.
ആ രാഷ്ട്രങ്ങളിൽ ചിലത് നാടിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോ വലിയ നോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു, നരേന്ദ്രമോദി. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന് എല്ലാവിധ സഹായവും കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചു. നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നും സഹായം ലഭിച്ചു. എല്ലാ സഹായവും സ്വീകരിച്ച് അവിടെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഇങ്ങനെയൊരു ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം നൽകുന്നില്ല, സഹായിക്കാൻ തയ്യാറായ രാജ്യം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മൾ തകരട്ടെ, കേരളം തകരട്ടെ എന്ന ചിന്തയല്ലേ? ഇവിടെ കൂട്ടി വായിക്കണം. ആ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമാണ് നിന്നത്. അരയക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല. ഇതും നമ്മുടെ ദുരനുഭവത്തിലുള്ളതാണ്. നാം തകർന്നു പോകും എന്നാണ് ഇവരെല്ലാം കണക്ക് കൂട്ടിയത്. നമ്മളോ രാജ്യവും ലോകവും ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ കേരളത്തിന് ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ രീതിയിൽ ഉയരാൻ കഴിഞ്ഞത് എന്ന് ആശ്ചര്യത്തോടെ അവർ നോക്കിക്കാണുന്നു. എങ്ങനെയാണത് സാധിച്ചത്? നമ്മുടെ നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. അതിനു മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്ന നില നാം സൃഷ്ടിച്ചു. അസാധ്യമായതെന്തും സാധ്യമാക്കാവുന്ന ഒന്നായി കേരളം മാറുന്ന നിലയുണ്ടായി. അവിടെയും നേരത്തെ ചൊല്ലിയ ചൊല്ല് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് പൂർണ്ണമായും അന്വർത്ഥമാവുകയായിരുന്നു. നമ്മുടെ നാടിൻ്റെ തകർച്ച ഈ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തോട് കുറച്ചൊരു അനിഷ്ടം കാണും. കാരണം കേരളം വേണ്ടത്ര അവരെ അംഗീകരിക്കുന്നില്ല, അത്ര പെട്ടെന്ന് അംഗീകരിക്കുന്ന നില ഉണ്ടാവുകയുമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമുള്ള UDF എന്താണ് അതേ സമീപനം സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് BJPയെ പോലുള്ള ഒരു കേരള വിരുദ്ധ സമീപനം UDFന് സ്വീകരിക്കാൻ കഴിയുന്നത്? അതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് മറ്റ് ന്യായീകരണങ്ങളൊന്നും അതിന് നിരത്താനില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നാം വീട് സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് ലൈഫ് മിഷനിലൂടെ വീട് നൽകാൻ തീരുമാനിച്ചത്. 5 ലക്ഷം വീടായിരുന്നു നമ്മൾ കണക്കാക്കിയത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ അത് പൂർത്തിയായി അവിടെ ആളുകൾ താമസം ആരംഭിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഏതാനും നാളുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ നാട് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ നാടാണ്. രാജ്യത്തിൻ്റെ ചിത്രമെടുത്താൽ ലോകരാഷ്ട്രങ്ങളിൽ 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാഷ്ട്രം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറഞ്ഞ രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ അവയിൽ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല. എല്ലാം നമ്മുടെ വളരെ മേലെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം പെരുകുന്നു. രാജ്യത്തെ നയമാണതിന് കാരണം. ആ നയം അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതാണ്, പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്നതാണ്. ഇതിന്റെ ഫലമായി 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതോടൊപ്പം ദരിദ്രാവസ്ഥയുടെ ആക്കം കൂടുന്നു. ഇത് രണ്ടും രാജ്യത്ത് സംഭവിക്കുകയാണ്. എന്നാൽ അവിടെയാണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ
ഇതേ കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കുന്നത്. അത് പൊതുവിതരണ രംഗത്തുള്ള നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായി സംഭവിക്കുന്നത്. ഇപ്പോൾ വിലക്കയറ്റം, രാജ്യത്ത് ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ കണക്കാക്കുകയാണ്. അതിനിടയാക്കിയത് പൊതുവിതരണ രംഗത്ത് ഫലപ്രദമായി നമ്മൾ ഇടപെടുന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ അതിദരിദ്ര കുടുംബങ്ങൾ, കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾ 0.7%. നേരത്തെയാണ്, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കണക്കല്ല. ആ കണക്ക് 64,006 കുടുംബങ്ങൾ. LDF അത് ഗൗരവമായി കണ്ടു. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം തീരുമാനിച്ചു. ഇപ്പോ സർക്കാർ ഒരു നിലപാടെടുത്തു. 3 വർഷം മുൻപാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി നടപ്പാക്കുന്നത്. ഈ വരുന്ന നവംബർ 1 നമ്മുടെ കേരളം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥ, പൂർണ്ണമായി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന നില കേരളം ആർജിക്കാൻ പോകുന്നു. ഇത് വേറെ എവിടെയെങ്കിലും സാധിക്കുമോ? രാജ്യത്ത് കുറേ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെ ഒരു നില പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരമൊരു പദ്ധതിയുണ്ടോ? എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നയമാണ് പ്രശ്നം. ഏതൊരു ഗവൺമെന്റിന്റെയും നയമാണ് പ്രശ്നം. ഇവിടെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന LDF എന്ന മുന്നണിക്ക് കൃത്യമായ നയമുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ അത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ്, നാടിനോട് പ്രതിബദ്ധതയുള്ളതാണ്. അതിന്റെ ഭാഗമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് പ്രത്യേക പ്രതിബദ്ധതയുള്ളതാണ്. ആ ദാരിദ്ര്യാവസ്ഥക്ക് അറുതി വരുത്തുക എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന് അത്തരമൊരു നയമില്ല. രാജ്യത്തിനകത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾക്കും ഇത്തരമൊരു നയമില്ല. ഇതാണ് നാം ഇവിടെ കാണേണ്ട കാര്യം. ഇപ്പോൾ ബദൽ നയം, ആ ബദൽ നയം എന്ന് നാം പറയുന്നത് ഇതൊക്കെയാണ്. ആ ബദൽ നയത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള മാറ്റം നമുക്ക് സൃഷ്ടിക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന നുണകൾ വളരെ വലുതാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കാത്ത വികസന വിരുദ്ധരുണ്ട്. ആ വികസന വിരുദ്ധ പ്രചാരകർ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി അവർ പറയുന്നത് നമ്മുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ല, പദ്ധതികളാകെ തകർന്നുപോയി. എന്താ അവസ്ഥ? ഈ കഴിഞ്ഞ മാർച്ച് 31-നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. ആ കണക്ക് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 2024-25 സംസ്ഥാന വാർഷിക അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഇവിടുത്തെ പ്രചാരകര്, ഈ വികസന വിരുദ്ധ പ്രചാരകർ നടന്ന പ്രചാരണം കേട്ടാൽ നമുക്ക് തോന്നും 30,370 കോടിയിൽ ഒരു 15,000 കോടിയുടെ പദ്ധതി മാത്രമേ നടന്നിട്ടുണ്ടാവൂ. എന്നാൽ എന്താ വസ്തുത? നടപ്പായത്, ചെലവഴിച്ചത് 29,224 കോടി 23 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ 96.23% ചെലവഴിച്ച പദ്ധതിയാണ്. അതിനെപ്പറ്റി അത്തരമൊരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ടോ? നേരെ വിപരീതമായ ചിത്രം അവതരിപ്പിക്കാനല്ലേ താല്പര്യം? ഇപ്പൊ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണല്ലോ. അവർക്ക് നാം വകയിരുത്തിയത് 8,532 കോടി രൂപയാണ്. 8,532 കോടിയിൽ 4,000 ആയിപ്പോയോ? 8,532 കോടിയിൽ ചെലവഴിച്ചത് എത്രയാ? 9,452 കോടി 72 ലക്ഷം രൂപ. എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചത് 110.79%. ഇതാണ് കേരളം. ആ കേരളത്തെയാണ് പദ്ധതികൾ നടക്കാത്ത ഒരു നാടായി ചിത്രീകരിക്കാൻ നോക്കുന്നത്. ആ പ്രചരണങ്ങളുടെ യഥാർത്ഥ നില നാം തിരിച്ചറിയണം. നമുക്ക് കോവിഡ് ഘട്ടത്തിൽ തളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കോവിഡ് രംഗത്ത് തളർച്ചയില്ലാത്ത ഏത് സ്ഥലമില്ലത്? ലോകത്തെവിടെയെങ്കിലും വ്യത്യസ്തതയുണ്ടോ?
എല്ലായിടങ്ങളിലും സംഭവിച്ചതുപോലെ നമുക്കും തളർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നാം ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വലിയ തോതിലുള്ള വളർച്ചയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച 2022-23 10.72% 23-24 11.97%. പ്രതിശീർഷ വരുമാനത്തിലും നല്ല വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ നില എന്ന് നാം കാണുന്നു. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇപ്പം തന്നെ ദീർഘമായി പോയി എന്നാണ് തോന്നുന്നത്. ഈ മഴ എപ്പോഴാണ് വരിക എന്നുള്ള ശങ്ക കൊണ്ട് അപ്പോൾ നിർത്തേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ആലോചന തുടങ്ങിയത് കൊണ്ട് കുറച്ച് നീണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ഏതായാലും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വ്യാവസായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിലുള്ള കുതിച്ചുചാട്ടത്തിലാണ് നിൽക്കുന്നത്. നാം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണത്. ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ, രാജ്യത്തെ ആദ്യത്തെ ഒരു 100 സ്ഥാപനങ്ങൾ എടുക്കുക, കേരളത്തിൽ ഒരു സ്ഥാപനവും അതിനകത്തുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തു, നമുക്കിതിന് മാറ്റം വരുത്തണം എന്ന് കണ്ടു. അന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ആ കാലത്ത്. എങ്കിലും അതിന് നടപടികൾ സ്വീകരിക്കാൻ ചർച്ച ചെയ്തു. ഇപ്പോൾ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങി 2021 ശേഷം. എന്താ വന്ന മാറ്റം? രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികൾ, പൊതു യൂണിവേഴ്സിറ്റികൾ, ആ ആദ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികളിൽ 3 എണ്ണം നമ്മുടേതാണ്. അതിൻ്റെ റാങ്കിങ് എങ്ങനെയാണ്? കേരള യൂണിവേഴ്സിറ്റി 10, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി 9, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10, കാലിക്കറ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റി 11. ഇതാണ് അവസ്ഥ. എന്നാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനത്തുണ്ട്. നല്ല മാറ്റം പൊതുവെ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കോളേജുകൾ ആദ്യത്തെ 100-ൽ 16 എണ്ണം നമ്മുടെ കേരളത്തിലുള്ളതാണ്. മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റം വരുന്നു. കോഴ്സുകൾ നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയുന്നു. ഇനിയും മാറ്റമുണ്ടാവുക എന്നത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞവർക്ക് തൊഴിലിനാവശ്യമായ നൈപുണ്യം നല്ല രീതിയിൽ നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ നമ്മുടെ കേരളത്തിൽ ഇതിനകം തന്നെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തിൽ നവകേരളം എന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാട് അതൊരു സങ്കല്പമായിട്ടുള്ളതല്ല എന്ന് നാം കാണണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സിംഹഭാഗം ചെലവ് സംസ്ഥാന ഗവൺമെൻറ്റാണ് വഹിച്ചിട്ടുള്ളത്. നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നിലയുണ്ടായത്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, ഇന്നത്തെ കാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. എല്ലാ കാര്യത്തിലും സർക്കാരിനോടൊപ്പം നിങ്ങൾ അണിനിരന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹായവും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.